ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, തലവൻ കാണേണ്ട ഒരേ ഒരു റീസൺ ജിസ് ജോയ്, ആസിഫ് അലി, ബിജു മേനോൻ. ജിസ് ജോയ് പടങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടമാണ്, പുള്ളിയുടെ ഫീൽ ഗുഡ് സാധനങ്ങൾ ഇഷ്ടമാണ്. എസ്പെഷ്യലി സൺഡേ ഹോളിഡേ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. വിജയ് സൂപ്പർ പൗർണമി, പിന്നെ സൺഡേ ഹോളിഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 പടങ്ങളാണ്. പുള്ളിയുടെ കഴിഞ്ഞ OTT-ൽ ഇറങ്ങിയ പടം എനിക്ക് അത്രയ്ക്ക് വർക്കായിട്ടില്ല. പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ടീസർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഇതിൻ്റെ പ്രോപ്പർ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ട്രെയിലർ കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് സിനിമ വർക്കായി എന്ന് വേണമെങ്കിൽ പറയാം. സോ സംവിധാനവും അതേപോലെ ഡയലോഗും ജിസ് ജോയ് ആണ്. റൈറ്റിങ് നമുക്കുള്ള സ്ക്രിപ്റ്റ് ശരത് പെരുമ്പാവൂറും ആനന്ദ് തേവർക്കാട്, ഇവർ രണ്ടുപേരുമാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. സിനിമാറ്റോഗ്രഫി വന്ന് ശരൺ വേലായുധൻ നായർ. എനിക്ക് പുള്ളിയുടെ പ്രീവിയസ് വർക്ക് അറിയത്തില്ല, ഐ എം വെരി സോറി. എഡിറ്റിംഗ് ബൈ സൂരജ് ES. ഗംഭീര എഡിറ്റിംഗ് ആയിരുന്നു. നല്ലൊരു മറ്റേ ഈ ടിപ്പിക്കൽ മറ്റേ ത്രില്ലർ പടത്തിലുള്ള ആ സാധനം ഉണ്ടല്ലോ, അതിന് പകരം ഒരു നല്ല ഒഴുക്കിലങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ദീപക് ദേവ്, വളരെ എന്തോ ഒരു ഫ്രഷ്നെസ് തോന്നിയാണ്. ബിക്കോസ് നമ്മൾ മറ്റേ ഇലക്ട്രോണിക് മറ്റേ ആ ഒരു സാധനം ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ, ഒരു ഹൈ വരുത്തണം, അത് കേട്ട് പെട്ടെന്ന് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടപ്പോൾ എന്തോ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. എസ്പെഷ്യലി ഈ സിനിമയുടെ തുടക്കം തന്നെ നമ്മുടെ ബിജു മേനോനെയും ആസിഫ് അലിയും ഒരു കാറിൽ പോകുന്ന സീനിൽ കാണിക്കുമ്പോൾ ഒരു ഗിറ്റാർ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. ഒരു പഴയ എന്താ പറയുക ഒരു കൺട്രി മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണത്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇൻസ്ട്രുമെൻറ്റിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ദീപക് ദേവ്, കിട്ടിലായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആർട്ട് വന്ന് അജയ് മാങ്കാട് ആർട്ട്, അതുപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് രംഗനാഥൻ രവി. പുള്ളി എന്നോട് എല്ലാ പടവും ചെയ്യണത്. സൗണ്ട് ഡിസൈനും അടിപൊളിയായിരുന്നു. പിന്നെ VFX ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റേ ത്രില്ലർ അതായത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്ന ജോണർ പക്കയായിട്ട് വളരെ ഡീസൻ്റായിട്ട് വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു അടി, അതായത് ഈഗോ എന്ന് പറയാൻ പറ്റില്ല, ഒരേ സ്വഭാവമുള്ള 2 ആൾക്കാരുടെ, ഒരാൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരാൾ CA ഒരാൾ SI ആയി പോകും. അപ്പോൾ അവിടെ ഉള്ള ഹൈറാർക്കി പ്രശ്നവും ചൊറിയും മറ്റേത് പറഞ്ഞാൽ നീ പാടാന്ന് പറയും, നീ അവിടെ നിന്നും പാടാന്ന് പറയും, അങ്ങനത്തെ സാധനമൊക്കെ ഉള്ള ഒരു 2 ആൾക്കാർ അവർക്ക് അവരുടെ ഇടയിലൊരു ക്രൈം നടക്കുന്നു, അതിൻ്റെ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ പോകുന്നൊരു സാധനമാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ക്രൈമും അത് അവർ കണ്ടുപിടിക്കുന്ന സംഭവം, അതിലെ ട്വിസ്റ്റുകളും ടേണുകളും നമ്മളിങ്ങനെ ഇരുത്തി ആലോചിപ്പിക്കും, ഇതാരായിരിക്കും, മറ്റവനായിരിക്കുമോ, അപ്പോൾ നമ്മൾ മറ്റവനാണോ എന്ന് പറയുമ്പോൾ അയാൾ അടുത്ത സീൻ അങ്ങനെയായിരിക്കും. ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ഈ ക്രൈം, അത് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റും ഒരു പാട്ടൊക്കെ ഉണ്ട്. അത് ആ പാട്ടും ഫൈറ്റിൻ്റെയും ഒരു ആവശ്യം എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല. എസ്പെഷ്യലി ഫൈറ്റ് ഒരു ജയിലിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങും മോനെ, പിന്നെ നമ്മൾ ഓണാണ്. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും, ഇതെന്താടായിരിക്കും, ഇത് ആരായിരിക്കും, മറ്റങ്ങേരായിരിക്കും എന്ന് പറയുമ്പോൾ മറ്റങ്ങേരി വരും. അതിൻ്റെ ഇടയിൽ ജാഫർ ഇടുക്കി 2 സീനിൽ വന്നു പോയിട്ടുണ്ട്. പുള്ളി ഒരു കോമിക് റിലീഫാണ്. പുള്ളി ഭയങ്കര രസമായിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. അത് ചിലവർക്ക് അത് ക്രിഞ്ചടിക്കും, പക്ഷേ ചിലവർക്ക് അത് വർക്ക്, അത് ഭയങ്കര രസമാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടത്. പുള്ളിയുടെ കുറച്ച് മറ്റേ ഇതുണ്ട്, പുള്ളി ഒരു റൈറ്റർ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സാധനമുണ്ട്. അടിപൊളിയായിട്ട് പുള്ളിയെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തനുണ്ട്, മിയ ഉണ്ട്. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ആസിഫിക്കായും അതുപോലെ നമ്മുടെ ബിജു മേനോൻ ചേട്ടനും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് 2 കലക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ആസിഫ് അലി ചില സീനൊക്കെ ഉണ്ട്, ഒരു മറ്റേ പോലീസുകാരനെ ഒന്ന് വിറപ്പിച്ച് നിർത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇങ്ങനെ ചോദിച്ചോളൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ അടിപൊളി അൺകൺട്രോൾ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാം. അതേപോലെ ആസിഫിക്കാർക്ക് വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ മറ്റേ ഈ കള്ളം പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചതിന് ശേഷം പെട്ടെന്ന് ഒന്നും കൂടെ മറ്റേ കള്ളം ആണെന്ന് നമുക്ക് തോന്നുന്ന ചോദ്യം ഒന്നും കൂടെ ചോദിക്കും. അപ്പോൾ നമ്മൾ സത്യം പറയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരും. അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് നല്ല രസമായിട്ട് സിനിമയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ക്യാരക്ടറൈസേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്. ഈ നമ്മൾ മഴ പെയ്യണതിന് മുന്നേ വരണ പറ്റിയൊരു സാധനമില്ല, ഈയലെന്ന് പറയും. നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് അതിനെ പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്തിനാണ് അതിനെ പറയുന്നത്? മണ്ണി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരുമാതിരി പറക്കും. അത് വന്നു കഴിയുമ്പോൾ മഴ പെയ്യും എന്ന് പറയും. അതേ സാധനം ഇങ്ങനെ
ഒരു ഒരു ജീപ്പൊക്കെ വരുന്ന സീനിൽ ആ ഈയൽ വരുന്ന പോലെ കാണിക്കും. അടുത്ത സീനിൽ മഴയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. അത് ഭയങ്കര ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തിനാണെങ്കിലും കൊള്ളാം. സിനിമ എന്തായാലും വളരെ എൻഗേജിങ് ചെയ്ത് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ട്. സത്യമായിട്ടും സെക്കൻഡ് ഹാഫ് ഒരു രസമായിരുന്നു. ആ ഒരു അവരെ കുറേ ഡയലോഗ്സും കുറേ സാധനങ്ങളുണ്ട്, അടിപൊളിയാണ്. നല്ല രസമായിട്ട് പടം എനിക്ക് തോന്നി. എന്തായാലും ഈ ഒരു ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ബോറടിക്കില്ലെന്ന് തോന്നി. അപ്പോൾ എന്തിനാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട് അടിപൊളി പടമായിരുന്നു. എല്ലാം കൊണ്ടും നൈസായിട്ടുള്ളൊരു നല്ലൊരു ത്രില്ലർ പടം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ താഴെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് വന്ന് ധൈര്യമായി കാര്യങ്ങൾ പറയുക. വളരെ ഡീസൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക ഗൈസ്. ആൻഡ് മോർ ഓവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. 1 million അടിക്കാൻ പോകുന്നു ഗൈസ്. മൂവി ഒപ്പീനിയൻ 1 million അടിക്കാൻ പോകുന്ന ചാനൽ ലൈഫ് ഓഫ് ഷസാം. പ്ലീസ് അതൊന്ന് എത്രയും പെട്ടെന്ന് ആക്കുക. കുറച്ച് സബ്സ്ക്രൈബറും കൂടെ മതി. എത്രയും പെട്ടെന്ന് അങ്ങനെ അയക്കാൻ എനിക്കൊരു സന്തോഷമായിരുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. അപ്പം എന്തിനാണെങ്കിലും അതായിരുന്നു പടം. ഇപ്പം ശരി, അടുത്തത് ഫ്യൂറിയോസ കണ്ടിട്ട് വരാം. ഫ്യൂറിയോസ നമ്മുടെ മാഡ് മാക്സ് സാഗയിലുള്ള